മുമ്പിലെ കസേരയിൽ തല കുമ്പിട്ടിരിക്കുന്ന 12 വയസ്സുകാരിയിലേക്ക് പോയി എൻ്റെ കണ്ണുകൾ. അശ്രദ്ധമായ മറ്റൊരു ലോകത്താണവൾ. ഡോക്ടറെ, നന്നായി പഠിച്ചുകൊണ്ടിരുന്ന കുട്ടിയാണിവൾ. ഇപ്പോൾ അഹങ്കാരമാണിവൾക്ക്. അവൾക്ക് വലതുവശത്തിരുന്ന അമ്മ ദേഷ്യം വാക്കുകളിൽ തീർക്കുമ്പോൾ എൻ്റെ കണ്ണുകൾ അവരിലേക്ക് നീണ്ടു. ആ കൊച്ചുകുട്ടിയോടുള്ള അരിശം മുഴുവൻ അവരിലുണ്ടായിരുന്നു. ആ അമ്മയും കുറ്റം പറയാൻ കഴിയില്ല. നന്നായി പഠിച്ചിരുന്ന ആക്റ്റീവായിരുന്ന മകൾ ഒരു സുപ്രഭാതത്തിൽ എല്ലാത്തിൽ നിന്നും ഉൾവലിയുമ്പോൾ സ്വാഭാവികമായും അവർക്ക് അങ്ങനെയല്ലേ പെരുമാറാൻ കഴിയും. എൻ്റെ നോട്ടത്തിൽ വന്ന ആത്മവിശ്വാസം ആ അമ്മ വീണ്ടും മുതലെടുത്തു. ഒരു കുറവുമില്ലാതെയാണ് ഡോക്ടറെ ഞങ്ങൾ ഇവളെ വളർത്തുന്നത്. വില കൂടിയ ഡ്രസ്സുകളല്ലാതെ വേറെ ഒന്നും ഇന്ന് വരെ വാങ്ങിക്കൊടുത്തിട്ടില്ല. കഴിക്കാൻ അവൾ ആഗ്രഹിക്കുന്നത് എന്ത് മുൻപിലെത്തും. ഇപ്പോൾ അവൾക്ക് അതും വേണ്ട. കണ്ടില്ലേ ഇരിക്കുന്നത്. അവരുടെ നോട്ടം ആ കുഞ്ഞിലേക്ക് ചെല്ലുമ്പോൾ തല താഴ്ത്തി അവൾ. ശരിയാണ്, നല്ല ക്ഷീണം അവളുടെ മുഖത്തും ശരീരത്തിലും കാണാൻ കഴിയുന്നുണ്ട്. അത് ആഹാരത്തിൻ്റെ കുറവ് മാത്രമല്ലെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ തിരിച്ചറിയാം. ഡോക്ടർ ഒന്ന് നോക്കിക്കേ. കഴിഞ്ഞ വർഷത്തെ അവളുടെ മാർക്ക് ലിസ്റ്റും ഈ വർഷത്തെ മാർക്ക് ലിസ്റ്റുമാണിത്. ക്ലാസ്സിൽ ഒന്നാമതായി പഠിച്ചിരുന്ന കുട്ടിയെ ഇപ്പോൾ കണ്ടോ, ആവറേജിലും താഴെയാണ് അവളുടെ മാർക്ക്. അവർ നിരാശയോടെ ആ മാർക്ക് ലിസ്റ്റ് എൻ്റെ മുൻപിലേക്ക് നിരത്തുമ്പോൾ അതിലേക്ക് ഒന്ന് കണ്ണോടിച്ചു. ഇത് മാത്രമല്ല ഡോക്ടറെ, സ്കൂളിലെ എല്ലാ ആക്ടിവിറ്റികളിലും പങ്കെടുത്തിരുന്ന കുട്ടിയാ. ഒന്നിലും അവളെ മാറ്റി നിർത്തിയിട്ടില്ല ഞങ്ങൾ. പക്ഷെ ഇപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇവൾക്ക് വേണ്ടി എന്തിനും തയ്യാറാണ് ഞാനും ഇവളുടെ അച്ഛനും. ഇവൾക്ക് വേണ്ടിയാണ് രണ്ടാമതൊരു കുട്ടിയെ പോലും വേണ്ടാന്ന് വെച്ചത്. അത് പറയുമ്പോൾ അവരിൽ എന്തോ വലിയ കാര്യം സാധിച്ചതുപോലെ തിളങ്ങി. ഒരു നിമിഷം എൻ്റെ കണ്ണുകൾ അവളിലേക്ക് നീണ്ടു. അവരുടെ കുറ്റപ്പെടുത്തലുകൾ അവളെ തളർത്തുന്നുണ്ടോ എന്നതായിരുന്നു എൻ്റെ ആ നോട്ടം. പക്ഷെ അവൾ മറ്റൊരു ലോകത്താണ്, എന്തിനോ ഭയക്കുന്ന ലോകത്ത്. ആ കണ്ണുകളിൽ നിന്നും എനിക്ക് ആ നിമിഷം വായിച്ചറിയാൻ കഴിയുന്നത് മറിച്ചൊന്നായിരുന്നില്ല. മോള് കുറച്ചു നേരം പുറത്തിരിക്കുമോ? ആൻറ്റി അമ്മയോട് സംസാരിച്ചിട്ട് മോളെ അകത്തേക്ക് വിളിക്കാം. എൻ്റെ കണ്ണുകൾ അടുത്തുനിന്ന സിസ്റ്ററിലേക്ക് നീളുമ്പോൾ കാര്യം മനസ്സിലായ അവർ അവളെയും കൊണ്ട് പുറത്തേക്കിറങ്ങി. ഡോക്ടർ, എൻ്റെ മോള്. ആ നിമിഷം ആ അമ്മയുടെ കണ്ണുകൾ ഭയത്തോടെ അവൾക്ക് പുറകെ പോയി. അവൾ പുറത്ത് സുരക്ഷിതയായിരിക്കും. ഇവിടെ നമ്മുടെ സംഭാഷണങ്ങൾ പലതും അവളെ വേദനിപ്പിച്ചെന്നിരിക്കും. നിങ്ങൾക്കൊപ്പം ഞാനും അവളെ കുറ്റപ്പെടുത്തിയാൽ ആ കുഞ്ഞു ഹൃദയം താങ്ങില്ല. ഞാൻ പറഞ്ഞതിലെ പൊരുൾ മനസ്സിലായതും അവരുടെ മുഖം മങ്ങി. അത് ഡോക്ടറെ, ഞാൻ മോളെ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. എൻ്റെ സങ്കടമാണ് പറഞ്ഞത്. മോള് പഠിക്കാത്തതിനും അവളുടെ ഈ അവസ്ഥയ്ക്കും കാരണം ഞാനാണെന്നുള്ള ധാരണയിൽ കുറ്റപ്പെടുത്തലുകൾ മുഴുവൻ എനിക്കാണ്. അത് ഭർത്താവായാലും അദ്ദേഹത്തിൻ്റെ വീട്ടുകാരാണെങ്കിൽ പോലും അങ്ങനെ തന്നെയാണ്. അവരുടെ വാക്കുകളിൽ നേരിയ തോതിൽ നിസ്സഹായത തെളിഞ്ഞു നിൽക്കുന്നത് ഞാൻ ആ നിമിഷം ശ്രദ്ധിച്ചു. കുറ്റപ്പെടുത്തലുകൾ എൻ്റെ മാനസിക നിലയെ കൂടി ബാധിക്കുമെന്ന് കണ്ടപ്പോഴാണ് വീട്ടിൽ ആരും അറിയാതെ ഞാൻ ഡോക്ടറെ തേടി വന്നത്. അറിഞ്ഞാൽ ഒരു പക്ഷേ അതിനും തെറ്റുകാരി ഞാൻ മാത്രമാകും. മകളെ മാനസിക രോഗിയാക്കി ചിത്രീകരിക്കാൻ ശ്രമിച്ച അമ്മയാകും ഞാൻ. അവരുടെ കണ്ണുകളിൽ നിറഞ്ഞു നിൽക്കുന്ന കണ്ണുനീരിൽ നിന്നും ആ അമ്മയുടെ ഭയത്തെ ആയിരുന്നു ഞാൻ കണ്ടത്. നിങ്ങൾ പേടിക്കണ്ട, നിങ്ങളുടെ അവസ്ഥ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ മനസ്സിലാക്കിയിടത്തോളം കുട്ടിയുടെ ഉള്ളിൽ ഭയം കയറിക്കൂടിയിട്ടുണ്ട്. അവളുടെ മനസ്സിനെ തളർത്താൻ പാകത്തിന് എന്തോ ഒന്ന് അവൾക്കിടയിൽ സംഭവിച്ചിട്ടുണ്ട്. അതൊരു പക്ഷേ ഒരു ലൈംഗിക അതിക്രമം വരെ ആകാനുള്ള സാധ്യതയാണ്. ഡോക്ടറെ, ഞാൻ പറഞ്ഞു തീരും മുമ്പേ അവരുടെ ശബ്ദമുയർന്നു. നിങ്ങൾ പേടിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ഒരു സാധ്യത മാത്രമാണ് പറഞ്ഞത്. ഇന്നത്തെ കാലത്ത് ഒരുപാട് കുട്ടികൾ നേരിടുന്ന ഒരുതരം മാനസിക അവസ്ഥയാണത്. ഇല്ല ഡോക്ടറെ, അങ്ങനെയൊന്നും ഉണ്ടാവാൻ വഴിയില്ല. ഞാൻ അതേക്കുറിച്ച് അവളോട് ചോദിച്ചിരുന്നു. ഗുഡ് ടച്ചും ബാഡ് ടച്ചും ഞാൻ അവളെ പറഞ്ഞു മനസ്സിലാക്കിയിരുന്നു. മറ്റൊരർത്ഥത്തിൽ അവളുടെ ദേഹത്ത് ആരും തൊട്ടിട്ടില്ല. സ്കൂളിൽ പോയി വന്നാലും അവളെ ഞാൻ തന്നെയാണ് പഠിപ്പിക്കുന്നത്. എൻ്റെ ജോലി പോലും ഞാൻ കളഞ്ഞത് അതിനു വേണ്ടിയാണ്. പിന്നെ രാത്രിയിൽ പോലും ഞങ്ങളുടെ അടുത്തു നിന്ന് അവളെ മാറ്റി കിടത്തിയിട്ടില്ല. അതുമാത്രവുമല്ല, മറ്റൊരു അയൽക്കാരുടെ വീട്ടിലോ ഒന്നും അവൾ പോകില്ല. അവിടെയുള്ള കുട്ടികൾക്കൊപ്പം കളിക്കാൻ പോലും ഞാൻ വിടാറില്ല. പിന്നെ എങ്ങനെയാണ് ഡോക്ടർ എൻ്റെ മകൾ സെക്ഷൽ ഹറാസ്മെൻറ്റിന് ഇരയാകുന്നത്? മകളോടുള്ള അമിത സ്നേഹവും തൻ്റെ കരുതലിൽ മകൾക്ക് മറ്റൊന്നും സംഭവിക്കില്ല എന്നുള്ള അമിത വിശ്വാസവും അവരുടെ മുഖത്ത് എൻ്റെ വാക്കുകളോടുള്ള പുച്ഛം ആയി നിറഞ്ഞു വന്നു. അങ്ങനെ സംഭവിച്ചു എന്നല്ല ഞാൻ പറഞ്ഞത്. നിലവിൽ അതിനുള്ള സാധ്യത മാത്രമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ വീട്ടിൽ മറ്റാരൊക്കെയുണ്ട്? നിങ്ങളും ഹസ്ബൻഡും മകളും ഒഴികെ? എൻ്റെ ചോദ്യത്തിന് അർത്ഥം മനസ്സിലായ അവർ തല താഴ്ത്തി. അത് ഞങ്ങൾ മാത്രമേ ഉള്ളൂ.
ഞങ്ങൾ 3 പേരടങ്ങുന്ന ലോകം, അതാണ് എനിക്കും ഇഷ്ടം. അപ്പോൾ നിങ്ങളുടെ ഭർത്താവിൻ്റെ ഫാമിലി? അവരുടെ തലകുലിക്കലായിരുന്നു എൻ്റെ ആ ചോദ്യത്തിന് കാരണം. എൻ്റെ അച്ഛനും അമ്മയും സഹോദരൻ്റെ കൂടെയാണ് ഡോക്ടറെ. അത് കുറച്ച് ദൂരെയാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും അടുത്ത് തന്നെയുണ്ട്. പക്ഷേ ഞങ്ങളുടെ കൂടെയല്ല, തറവാട്ടിലാണ്. മറ്റ് സഹോദരങ്ങളുടെ കൂടെയാണോ? അറിയാനുള്ള ആകാംക്ഷയാണോ എന്ന് അറിയില്ല. അങ്ങനെ ചോദിക്കാനാണ് ആ നിമിഷം തോന്നിയത്. അല്ല, അദ്ദേഹത്തിൻ്റെ ഇളയ സഹോദരൻ കുടുംബവുമായി ദുബായിലാണ്. അവരാണ് തറവാട്. അതുകൊണ്ട് മോള് സ്കൂളിൽ പോയി തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ വേറെ വീട് വെച്ച് മാറി താമസിച്ചു തുടങ്ങി. അതൊരു കണക്കിന് നല്ലതാണെന്ന് തോന്നി. അമ്മയുടെ പഴഞ്ചൻ രീതികൾ മോള് കണ്ട് പഠിക്കില്ലല്ലോ ഡോക്ടറെ. പിന്നെ ഈ കുഴമ്പിൻ്റെ മണവും വഴുവഴുപ്പും എനിക്കും അറപ്പാണ്. അവരുടെ മുഖം ചുളിയുന്നത് ഞാൻ നേർത്ത ചിരിയോടെയാണ് നോക്കിയത്. കാരണം അവരുടെ ചിന്താഗതികൾ എനിക്ക് അത്ഭുതമായിരുന്നില്ല. ഇന്നത്തെ തലമുറകൾ മറിച്ച് ചിന്തിച്ചാലാണ് അതിൽ അത്ഭുതം കാണേണ്ടത്. സ്വാർത്ഥത കൊണ്ട് കെട്ടിപ്പടുത്ത ജീവിതത്തിൽ അതിലേറെ സ്വാർത്ഥതയോടെ ജീവിക്കുന്ന, അല്ലെങ്കിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന അവർക്ക് മുൻപിൽ മറ്റൊന്നും ചോദിക്കാൻ എനിക്ക് തോന്നിയില്ല. അവർക്കു പകരം ആ കുരുന്നിനെ എൻ്റെ മുൻപിലേക്ക് വിളിക്കുമ്പോൾ ആ കണ്ണുകളിൽ ഇപ്പോൾ ഞാൻ കാണുന്നത് ഒറ്റപ്പെടലിനെ ഭയപ്പെടുന്ന കുട്ടിയാണോ? അല്ല, അമിത സ്നേഹവും സ്വാർത്ഥതയും കൊണ്ട് വീർപ്പുമുട്ടുന്ന കുഞ്ഞിനെയാണോ? എൻ്റെ കണ്ണുകൾക്ക് പോലും അവൾ ഒരു ചോദ്യചിഹ്നമായി മാറിക്കഴിഞ്ഞിരുന്നു. മോൾക്ക് ആൻറ്റിയെ പേടിയുണ്ടോ? പേടിക്കണ്ട കേട്ടോ, ആൻറ്റി മോളെ വഴക്ക് പറയില്ല. ഒരു ഡയറി മിൽക്ക് ചിരിയോടെ മുൻപിലേക്ക് നീട്ടിയതും മടിച്ചു അതവൾ വാങ്ങി. പതുക്കെ അവളുടെ സ്കൂളിലെ കാര്യങ്ങൾ ചോദിച്ചു തുടങ്ങി. ആദ്യമൊക്കെ പറയാൻ ഭയന്നവൾ മിണ്ടാൻ മടിച്ചിരുന്നു. പക്ഷേ പിന്നീട് അവൾക്ക് തന്നെ തോന്നിക്കാണും, എന്തും തുറന്നു പറയാൻ കഴിയുന്ന ഒരു കളിക്കൂട്ടുകാരിയാണ് മുൻപിലിരിക്കുന്ന ഞാനെന്ന്. അതോടെ അവളിൽ ഞാൻ കണ്ടിട്ടില്ലാത്ത പഴയ ആവേശം ഉണർന്നു വന്നു. എൻ്റെ വയറിൽ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അവൾ മധുരമായി സംസാരിച്ചു തുടങ്ങി. അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കൂട്ടുകാരിയെക്കുറിച്ചും ടീച്ചറിനെക്കുറിച്ചും വാതോരാതെ സംസാരിച്ചവൾ. അവൾക്കിഷ്ടമുള്ള സബ്ജക്റ്റ് പോലും എൻ്റെ മുൻപിൽ ഒരു ചർച്ചാ വിഷയമാക്കി മാറ്റി ആ കുരുന്ന്. അപ്പോൾ മോൾക്ക് സ്കൂളിൽ പോകുന്നത് ഒത്തിരി ഇഷ്ടമാണല്ലേ? അവിടെ എല്ലാവരെയും മോൾക്ക് ഒരുപാട് ഇഷ്ടമാണല്ലേ? എൻ്റെ ചോദ്യത്തിൽ ആവേശത്തോടെ തലകുലുക്കി അവൾ. ഒത്തിരി ഇഷ്ടമാ എനിക്ക് സ്കൂളിൽ പോകാൻ. ഒത്തിരി ഇഷ്ടമാ അമ്മോൻ്റെ കൂടെ കളിക്കാൻ. ആവേശം അവളുടെ കുഞ്ഞു കണ്ണുകളിൽ നീർമുത്തുപോലെ തുടുത്തു നിന്നു. മോൾക്ക് മുത്തശ്ശനെയും മുത്തശ്ശിയും ഇഷ്ടമാണോ? എൻ്റെ ചോദ്യം കുടുംബത്തിലേക്ക് പതുക്കെ കൊണ്ടുവരുമ്പോൾ അവളുടെ ചുണ്ടുകൾ വിടർന്നു. ഇഷ്ടമാണ്, ഒത്തിരി ഇഷ്ടമാണ്. മുത്തശ്ശി ഒരുപാട് കഥകൾ പറഞ്ഞു തരും. പക്ഷേ അവൾ മെല്ലെ തല കുനിക്കുമ്പോൾ ആ താടിത്തുമ്പിൽ പിടിച്ചുയർത്തി ഞാൻ. പറഞ്ഞോളൂ, എന്താ മോൾക്ക് കഥകൾ ഇഷ്ടമല്ലേ? കഥകൾ ഇഷ്ടമാണ്, പക്ഷേ അമ്മയും അച്ഛനും അങ്ങോട്ട് വിടില്ല. നേരിയ തോതിൽ അസ്വാതന്ത്ര്യം ആ കണ്ണുകളെ ഭയപ്പെടുത്തിയെങ്കിലും മുത്തശ്ശനും മുത്തശ്ശിക്കും അവളുടെ മനസ്സിൽ കൊടുത്തിരിക്കുന്ന സ്ഥാനത്തിൻ്റെ വ്യാപ്തി മനസ്സിലാക്കാൻ അവളുടെ മുഖത്തേക്ക് നോക്കിയാൽ മാത്രം മതിയായിരുന്നു. അയൽപ്പക്കത്തുള്ള കുട്ടികളും അവരുടെ അച്ഛനും അമ്മയും ചർച്ചാ വിഷയമാകുമ്പോൾ അവൾക്ക് അധികം മറുപടികളില്ലായിരുന്നു. അല്ലെങ്കിൽ കരിങ്കൽ പാളികൾ തീർത്ത മറയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് ആ കുരുന്ന് അതിന് എന്തുത്തരം നൽകാനാണ്? മോൾക്ക് അമ്മയാണോ അച്ഛനെയാണോ ഏറ്റവും ഇഷ്ടം? എൻ്റെ അടുത്ത ചോദ്യത്തിൽ വീണ്ടും ഉയർത്തിയതല. കണ്ണുകൾ നേരിയ ഭയം നിറഞ്ഞു വരുന്നത് കണ്ടു. എങ്കിലും ആ ചുണ്ടിൽ പുഞ്ചിരി നിറഞ്ഞു. എനിക്ക് രണ്ടുപേരെയും ഒരുപോലെ ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് അച്ഛൻ്റെ അടുത്തേക്ക് പോകാൻ പേടിയാ ആൻറ്റി. ആ ഉത്തരത്തിൽ എൻ്റെ ശ്വാസം ഒന്നുയർന്നു. ഞാൻ ഭയന്നതിന് ഉത്തരം എവിടെയാണോ? എൻ്റെ കണ്ണുകൾ 4 പാടും പാഞ്ഞു. അച്ഛനെ എന്തിനാ മോൾ ഭയക്കുന്നത്? മോളെ അച്ഛൻ അടിക്കുവോ? ഇല്ല, അവൾ മെല്ലെ തലയാട്ടി. പിന്നെ ഉമ്മ വയ്ക്കുമോ? അവൾ മെല്ലെ തലകുലുക്കി. എവിടെ? എൻ്റെ കണ്ണുകൾ അവളുടെ ദേഹമാകെ ഒന്ന് പാഞ്ഞു. കവളിൽ അച്ഛൻ ഉമ്മ വയ്ക്കുന്നത്. എന്നോട് ഒത്തിരി ഇഷ്ടമുണ്ട് അച്ഛന്. അച്ഛൻ്റെ പൊന്നുവാ ഞാൻ. അവളിൽ വിഷാദം കലർന്ന നേരിയ ചിരി വിടർന്നു. പിന്നെ എന്തിനാ മോൾ അച്ഛനെ ഭയക്കുന്നത്? മോളെ ഒത്തിരി ഇഷ്ടമാ അച്ഛന്. മോളെ അടിക്കില്ല. പിന്നെ എന്താ പ്രശ്നം? ആ ചോദ്യത്തിൽ അവൾ ചുറ്റും നോക്കി. ആൻറ്റി അമ്മയോട് പറയല്ലേ, എന്നെ അമ്മ തല്ലും. അച്ഛന് മോളെ ഒത്തിരി ഇഷ്ടമാ, പക്ഷെ അച്ഛൻ ചീത്തയാ. അച്ഛൻ രാത്രിയിൽ അമ്മ കരയുന്നത് കേട്ട് ഞാൻ ഉണരുമ്പോൾ അച്ഛൻ അമ്മയുടെ മേത്ത്. അവളുടെ കുഞ്ഞു മനസ്സിൽ കയറിക്കൂടിയത് ഭയത്തോടെ അവൾ പറഞ്ഞു തീരുമ്പോൾ ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത ഒരു മാനസികാവസ്ഥയിൽ കൂടിയായിരുന്നു ഞാൻ കടന്നുപോയത്. ആർക്കാണ് ഇവിടെ പിഴവ് പറ്റിയത്? കുട്ടിക്കോ, അതോ അവൾ ഉറങ്ങിയെന്ന് കരുതി സ്വകാര്യ നിമിഷങ്ങളിലേക്ക് ചേക്കേറിയ അച്ഛനും അമ്മയ്ക്കുമോ? അവളെ പതിയെ പുറത്തേക്ക് നിർത്തി ആ അമ്മയെ വിളിച്ചു അകത്തേക്ക്. അവരുടെ സ്വകാര്യ നിമിഷങ്ങളെക്കുറിച്ച് പതിയെ ചോദിക്കുമ്പോൾ അവരുടെ മുഖത്ത് നേരിയ നാണം വിടർന്നു. അത് ഡോക്ടറെ, ആൾക്ക് 2 പെഗ് അടിച്ചാൽ ഇത് വേണം.
ആ സമയം അടുത്തു കിടക്കുന്ന കുഞ്ഞിൻ്റെ കാര്യം പോലും ചിന്തിക്കില്ല. ഞാൻ പറഞ്ഞാലും ചെവി കൊള്ളില്ല. നിങ്ങളുടെ സ്വകാര്യത ഉറങ്ങിക്കിടക്കുന്ന നിങ്ങളുടെ മകൾ കാണുന്നുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കാറില്ലേ? അതിനവൾ ഉറക്കമല്ലേ ഡോക്ടറെ? അത് ഉറപ്പുവരുത്തിയിട്ടാണ് ഞങ്ങൾ. അവരുടെ ചുണ്ടിൽ നേരിയ നാണം വിടർന്നു. അത് നിങ്ങളുടെ തോന്നൽ മാത്രമാണ്. നിങ്ങളുടെ ഓരോ ചലനങ്ങളും നിങ്ങളുടെ കുട്ടി കാണുന്നുണ്ട്. അതവളിൽ ഏൽപ്പിച്ച ഭയമാണ് ഇന്ന് അവളുടെ ഈ അവസ്ഥയ്ക്ക് കാരണം. ഡോക്ടറെ, അവരുടെ ശബ്ദം മെല്ലെ ഒന്നുയർന്നു. ഇന്ന് നിങ്ങൾ നിലവിളിച്ചിട്ടോ കരഞ്ഞിട്ടോ കാര്യമില്ല. പലതും ചിന്തിക്കേണ്ട സമയത്ത് ചിന്തിക്കണമായിരുന്നു. 10ഓ 12ഓ വയസ്സുള്ള കുട്ടി ഓർമ്മ വെച്ച നാൾ മുതൽ അതിനെ സ്വന്തം മടിക്കുത്തിൽ അടക്കി വെച്ച് വളർത്തുമ്പോൾ നിങ്ങൾ അഭിമാനം കൊണ്ടു. പക്ഷേ നിങ്ങൾ ഒന്നും ഓർത്തില്ല. അധികമായാൽ അമൃതം വിഷമാണ്. കളിക്കേണ്ട പ്രായത്തിൽ അതിനുള്ള അവകാശം നിഷേധിച്ചു. മുത്തശ്ശി കഥകൾ കേട്ട് വളരേണ്ട അവളുടെ ബാല്യത്തെ നിങ്ങൾ മറ്റൊരിടത്തേക്ക് പറിച്ചു നട്ടു. അതെല്ലാം പോട്ടെ, നിങ്ങളിൽ നിന്ന് മാറ്റിക്കിടത്തേണ്ട പ്രായത്തിലും നിങ്ങൾ അവളെ നിങ്ങളുടെ ബെഡ്റൂമിൽ തളച്ചു. വളർന്നു വരുന്ന പ്രായമാണ്. പെട്ടെന്ന് ഉണർന്നു വന്ന് പെട്ടെന്ന് പലതും കാണുമ്പോൾ ആകാംക്ഷയേക്കാൾ ഉപരി അവളിലുണ്ടാകുന്നത് ഭയമാണ്. അച്ഛനോടുള്ള ഭയമായി അത് മാറിയെങ്കിൽ അതിനെ കുറ്റം പറയാൻ കഴിയില്ല. ഡോക്ടറെ, ഞങ്ങൾ ഇത്രയ്ക്കൊന്നും ചിന്തിച്ചില്ല. അവൾ കുഞ്ഞായതുകൊണ്ട് മറ്റൊരു മുറിയിൽ മാറ്റിക്കിടത്തിയാൽ പേടിക്കുമെന്ന് കരുതി. അല്ലെങ്കിൽ അവൾക്കത് മാനസിക വിഷമം ഉണ്ടാക്കുമെന്ന് കരുതി. എന്നിട്ടിപ്പോൾ ഉണ്ടായില്ലേ? എല്ലാ കാര്യത്തിനും നല്ല വശവുമുണ്ട്, ദോഷവശവുമുണ്ട്. നിങ്ങൾക്ക് അവളെ മുത്തശ്ശിക്കൊപ്പം മാറ്റിക്കിടത്താൻ കഴിയുമായിരുന്നു. അത് അവളിൽ മറ്റൊരു ലോകം സൃഷ്ടിച്ചേനെ. പകരം അവരിൽ നിന്ന് അവളെ അടർത്തി മാറ്റി. അതൊക്കെ പോട്ടെ, 5ഓ 6ഓ വയസ്സ് കഴിയുമ്പോൾ അവളെ പതിയെ മറ്റൊരു മുറിയിലേക്ക് മാറ്റി. നിങ്ങളും അവൾക്കൊപ്പം ആദ്യ ദിനങ്ങളിൽ മാറിക്കിടന്നുകൊണ്ട് അവളെ പിന്നീട് ഒറ്റയ്ക്ക് കിടത്തി ശീലിപ്പിച്ചു തുടങ്ങാമായിരുന്നു, അവൾക്ക് നൽകുന്ന പൂർണ്ണ സ്നേഹത്തോടെ തന്നെ. ഇത് പക്ഷേ 12 വയസ്സുള്ള കുട്ടി ഉറങ്ങിയെന്ന ധാരണയിൽ നിങ്ങൾ ചെയ്തു കൂട്ടുന്നതൊക്കെ അവളിൽ ഉണ്ടാക്കുന്ന മാനസിക സംഘർഷത്തിനെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞങ്ങളിനി എന്ത് ചെയ്യണം ഡോക്ടറെ? പറ്റിപ്പോയ അറിവില്ലായ്മയിൽ നിന്ന് കരകയറാൻ അവർ എൻ്റെ മുഖത്തേക്ക് നോക്കി. ഇനി എന്തായാലും ആ കുട്ടിയെ ഒറ്റയ്ക്ക് കിടത്തുന്നത് അത്ര നല്ലതായി തോന്നുന്നില്ല. ഒരു കൗൺസിലിങ്ങിൻ്റെ ആവശ്യവുമുണ്ടെന്ന് തോന്നുന്നില്ല. അവൾ സ്മാർട്ടാണ്. ഇനി വേണ്ടത് നിങ്ങൾ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് തീരുമാനമെടുക്കേണ്ടതാണ്. അതിനപ്പുറം ഒന്നും പറയാനില്ലാതെ അവരെ തിരിച്ചുവിടുമ്പോഴും എന്നിലൊരു പ്രതീക്ഷ അവശേഷിച്ചിരുന്നു. ഇന്ന് ആ പ്രതീക്ഷയ്ക്ക് 12 മാസം തികഞ്ഞിരിക്കുമ്പോൾ എൻ്റെ കണ്ണുകൾ എൻ്റെ മുൻപിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്ന അന്നത്തെ 12 വയസ്സുകാരിയിലേക്ക് നീണ്ടു. അവൾക്കൊപ്പം ഇന്ന് അച്ഛനുണ്ട്, ആ അമ്മയുണ്ട്. അമ്മയുടെ കയ്യിൽ പിങ്ക് തുണിയിൽ പൊതിഞ്ഞ ഒരു പഞ്ഞിക്കെട്ട്. ഡോക്ടറെ, എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല. ഇന്ന് എൻ്റെ മകളുടെ കണ്ണിൽ സന്തോഷമുണ്ട്. അവൾ നന്നായി പഠിക്കുന്നുണ്ട്. ആ അമ്മയുടെ വാക്കുകളിലും സന്തോഷം നിറയുമ്പോൾ അവൾ പതുക്കെ എൻ്റെ അടുത്തേക്ക് വന്നു, നെഞ്ചിലേക്ക് ചേർത്ത് വെച്ച ഒരു നോട്ട്ബുക്കുമായി. എന്തേ, പുതിയ മാർക്ക് ലിസ്റ്റ് ആണോ ഇത്? ഞാൻ കളിയായി ചോദിക്കുമ്പോൾ അവൾ ചിരിയോടെ തലകുലുക്കി. അല്ല, കിടക്കാൻ നേരം രാത്രിയിൽ മുത്തശ്ശി പറഞ്ഞു തന്ന കഥകൾ കേട്ട് കേട്ട് ഞാനും ഒരു കുഞ്ഞു കഥ എഴുതി. അവൾ അത് എൻ്റെ നേരെ നീട്ടുമ്പോൾ അത് വാങ്ങി തുറന്നു നോക്കി ഞാൻ. അതിലെ തലക്കെട്ട് മാത്രം മതിയായിരുന്നു അവളിലെ ആ മാറ്റം തിരിച്ചറിയാൻ. എൻ്റെ കുഞ്ഞു വാവയ്ക്ക്. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.